തനിക്ക് കരൾ നൽകിയത് നയനയാണെന്ന് അറിയാതെ കൂടിയും ദേവയാനിക്ക് നയനോട് ചെറിയ സോഫ്റ്റ് കോർണറും അവളോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അവളെ ആർക്കും വിട്ടുകൊടുക്കാതെ അവൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അനാമികയുടെ ഭാഗത്തെ മിസ്റ്റേക്കുകളും അവൾക്ക് ശരിക്കും നല്ല ഒരു പറ്റിയിരിക്കാരിയാണെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട്. നയനയുടെ സ്നേഹമൊക്കെ സത്യമാണെന്നൊക്കെ ദേവയാനി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ഒരിക്കലും സത്യം മനസ്സിലാക്കാണ് തനിക്ക് കരൾ നൽകിയത് തൻ്റെ മരുമകളായ നയന തന്നെയാണെന്ന്. അതറിയുന്ന നിമിഷം നയനേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അവൾക്ക് എന്തൊക്കെയോ കൊടുത്തിട്ട് മതിയാകാത്തതുപോലെ വീണ്ടും അവൾക്ക് വാരിക്കോരി സ്നേഹവും സമ്മാനങ്ങളും കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അനാമയ്ക്കും ബാക്കി എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അല്ല നയന, ഇപ്പൊ നിനക്കെല്ലാം ഓക്കെ ആയില്ലേ? നിനക്ക് ഇനി ഈ കമ്പനിയിലേക്ക് വന്നൂടെ? എത്ര കാലമായി ഞാൻ പറയുന്നു. അപ്പോഴേക്കും ആ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇവിടെ പിടിപ്പത് ജോലിയുണ്ട്, ഞാൻ എങ്ങനെ വരും? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ജോലിയൊന്നും ചെയ്ത് സ്ട്രെയിൻ എടുക്കരുതെന്ന്. മുറിവൊക്കെ ഉണങ്ങിയെന്നുള്ളത് ശരിയാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അധികം ജോലിയൊന്നും ചെയ്യണ്ട. അത് പിന്നെ മീനാക്ഷി ഉണ്ടെങ്കിൽ പോലും ആഹാരം ഞാൻ ഉണ്ടാക്കുന്നതാ മുത്തശ്ശിക്കും മുത്തശ്ശനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടം. അതൊക്കെ ശരി തന്നെയാ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഹാരം വെക്കാന്ന് പറഞ്ഞാലും ചെറിയ ജോലിയൊന്നും ഇല്ല. ആ അനാമികനെ ചെറിയമ്മേനും ബാക്കി എല്ലാവരെയും കൂടെ കൊട്ടിക്കോ. അങ്ങനെ നീ തന്നെ ജോലിയൊന്നും ചെയ്യണ്ട. മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ വഴക്ക് പറഞ്ഞ് അവരിപ്പോ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലെ ജോലി ചെയ്യാനൊക്കെ കയറാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആയാ പോരാ, എല്ലാ ദിവസവും നീ ചെയ്യുന്ന ജോലികളുടെ കൂടെ അവരും വേണം. മീനാക്ഷി ചേച്ചി പോരെങ്കിൽ ഒരു സർവ്വനെ കൂടെ ആക്കിക്കോ. പക്ഷെ നീ കിടന്ന് കഷ്ടപ്പെടാൻ ഞാൻ ഇനി സമ്മതിക്കില്ല. ആദർശേട്ടാ, ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ജോലികളല്ലേ, എനിക്കൊന്നൊരു പാടല്ല. അടുക്കളയിലെ പാചകം എന്ന് പറഞ്ഞാല് എനിക്ക് അത്ര പാടുള്ള ജോലിയൊന്നുമല്ല. ഇപ്പം മറ്റു പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നത് കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നോട് പിന്നെ പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ, എന്താച്ചാ കാണിക്ക് എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേണുവും രേവതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. മോളേനെ വിളിച്ചുകൊണ്ട് അവർ കയറി വന്നിട്ട് മോളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് ഇങ്ങനെ സമ്മാനമാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി വലിയ മൈൻഡിനൊന്നും നിൽക്കുന്നില്ല. ആ ദേവയാനി ചേച്ചി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. കുഴപ്പമില്ല രേവതി, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നയനയ്ക്ക് എങ്ങനെ ഉണ്ടെന്നോ ഒന്നും അവളിങ്ങനെ ചോദിക്കുന്ന പറഞ്ഞൊന്നുമില്ല കേട്ടോ. ജാനകി ആണെങ്കിൽ ആഹാ അനാമികമ്മയുടെ അച്ഛനമ്മയാണോ ബാബാ കയറിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആഹാ ഞങ്ങളൊന്ന് നല്ല സമയത്താണല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് തന്നെ വന്നത് നന്നായി അല്ലേ രേവതി എന്ന് വേണു പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, അതെ വാ വന്നിരിക്കുക, എല്ലാവർക്കും കഴിക്കാന്ന് പറയുന്നുണ്ട്. ഇവര് പക്ഷേ അവള് പറഞ്ഞതിന് ചെവി കൊടുക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതെ വന്ന കാര്യം നിൽക്കണ്ട, രണ്ടുപേരും കൈ കഴിയട്ടെ, അങ്ങോട്ടേക്ക് ഇരുന്നോ. ദോശയും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം ഉണ്ട്, അതുകൊണ്ട് വയറ് നിറയെ കഴിച്ചിട്ട് മാത്രം ബാക്കി സംസാരിക്കാമെന്ന് പറയാണ്. മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ എല്ലാവരും വാ കഴിക്കാന്നും പറഞ്ഞിട്ട് വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നയന എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാണ്. ദേവേനെ പറയുന്നുണ്ട്, നയന എല്ലാവർക്കും വിളമ്പാൻ അറിയാമല്ലോ, ടേബിളിൽ തന്നെ എല്ലാ കറികളും ഇരിപ്പുണ്ട്, നീ ആദർശിന്റെ അടുത്തിരുന്ന് കഴിക്കുക എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിനും രേവതിക്കും അനാമിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേവയാനി നയനെ സ്നേഹിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവര് പറയുന്നുണ്ട്, അല്ല നയന ദാ ആ കറി ഇച്ചിരി ഇങ്ങനെ എടുത്തരുമോ, എനിക്ക് അങ്ങനെ കയ്യത്തില്ല, ഇപ്പൊ തന്നെ തരാൻ മംഗളെന്ന് പറഞ്ഞിട്ട് അവിടെ ദൂരെ ഇരുന്ന് ചമ്മന്തി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവള് അടുത്തിരിക്കാൻ പോകുമ്പോഴേക്ക് രേവതി അയ്യോ ആ സാമ്പാർ എങ്ങനെ തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവളെ കൊണ്ട് ഓരോന്നോരോന്ന് ഇവരെടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇവൾ ആദർശിന്റെ അടുത്തിരുന്ന് കഴിക്കണ്ടായെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ദേവേനി പറയുന്നുണ്ട്, അതെ രേവതി വേണു, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങളെ മര്യാദ പരിപാലിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ മകളുടെ വീടായത്, നിങ്ങളുടെ മകള് ഇവിടെ ഉണ്ടല്ലോ, അവളോട് പറയണം വിളമ്പി തരാന്. അത് മാത്രമല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ അതായത് നിങ്ങളുടെ ബന്ധു ഇവിടെ ഉണ്ട് ജാനകി, അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചി ഇവിടെ ഉണ്ട്, ഇവരുടെ ആരെങ്കിലും പറഞ്ഞാൽ മതി, അല്ലാതെ നയനെ വിളിക്കേണ്ട കാര്യമില്ല. അവള് നേരെ വെളുത്തപ്പോൾ തൊട്ടേ അടുക്കളയിൽ കിടന്ന് ഇതെല്ലാം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചില്ലേ, അതിനെ സഹായിക്കാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കും പറ്റിയല്ല. എന്നിട്ട് പോലും ആ പാവം എല്ലാം ഉണ്ടാക്കി വെച്ച് ടേബിളിൽ കൊണ്ടാക്കിയില്ലേ, എന്നിട്ട് പോലും അതിനെ നിർന്ന് കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. വേണു പറയാണ്, അതെ ദേവയാനി ചേച്ചി ഞങ്ങളെ വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ഞങ്ങളുടെ മകളുടെ വീടാണല്ലോ എന്ന് കരുതിയിട്ടാ വന്നത്. വന്ന പാടെ ഇവിടെ ഭക്ഷണം കണ്ടപ്പോ പിന്നെ നമ്മുടെ ബന്ധുവീടല്ലേ എന്ന് ഓർത്താ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ കയറി ചെയ്യുന്നത്, അതുമല്ലാതെ ക്ഷണിച്ചിട്ട്. ദേവയാനി പറയുന്നുണ്ട്, ഞങ്ങളെ പണ്ടേ ആദ്യത്തെ മര്യാദ ഉള്ളവരാ, വന്നവരെ കരയിപ്പിച്ച് ഭക്ഷണം കഴിക്കാതെ വിട്ട പാരമ്പര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്.
അപ്പോഴേക്കും വേണു പറയാണ്, ദേവേന ചേച്ചി അങ്ങനൊന്നും പറയണ്ട, ചേച്ചിക്കും കഴിഞ്ഞൊരു കാലമുണ്ട്, അതൊക്കെ മറന്നുപോയോ? നയനയുടെ അമ്മ അച്ഛനൊക്കെ വന്നപ്പോ ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ അവരെ കരഞ്ഞിറക്കിവിട്ട കാര്യമൊക്കെ മറന്നുപോയോ? അപ്പൊ ദേവേനൊന്നും മിണ്ടാ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദേവേനി പറയാണ്, ശരിയാ, എനിക്കങ്ങനെ അങ്ങനൊരു ദുഷ്ടിന്റെയൊക്കെ ഉണ്ടായിരുന്നു, ദുഷ്ട മനസ്സുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം എനിക്ക് മാറി. ഇപ്പൊ ആരാണ് ചീത്ത, ആരാണ് നല്ലതെന്നൊക്കെ തിരിച്ചുള്ള ബോധം ബുദ്ധിയൊക്കെ എനിക്കുണ്ടായി, അന്നതില്ലായിരുന്നു എന്ന് ദേവേനി പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, വാ ഏട്ടാ നമുക്ക് പോകാം, കഴിക്കണ്ട, ഈ ഭക്ഷണം കഴിക്കാനിരുന്നതിന്റെ പേരിലല്ലേ ഇത്രയൊക്കെ കേൾക്കേണ്ടി വന്നത്. അപ്പോഴേക്കും ജാനകി പറയാണ്, നിങ്ങൾ എന്തേ കാണിക്കുന്നേ, നിങ്ങൾ അവിടെ ഇരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണു രേവതി അവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശന്റെ വാക്കിനെ വിലകൽപ്പിച്ച് അവർ രണ്ടരോട് ഇരിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് എല്ലാവരും കേട്ട ദേവേനി എന്താ പറഞ്ഞെന്ന്. നിങ്ങൾക്ക് ആഹാരം മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്, ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് എടുത്തു കഴിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് അനാമികയോ ജാനകിയോ ഒക്കെ ഉണ്ട്. അതുകൂടാതെ നയനമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ മനഃപൂർവ്വം വിളിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. ആ പാവം കുട്ടി രാവിലെ തൊട്ട് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, വെളുപ്പിനെ എഴുന്നേക്കുന്നല്ലേ, ആ കുട്ടിയുടെയും കരള് മുറിച്ചു മാറ്റിയിട്ട് അവൾക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ, 2-3 മാസമല്ലേ ആയുള്ളൂ, അങ്ങനെ കട്ടപ്പണയൊക്കെ ചെയ്യിക്കാവോ? എത്ര പറഞ്ഞാലും അവൾ ചെയ്യാതിരിക്കില്ല. സെർവന്റിനെ ഇപ്പൊ ഫിക്സ് ആക്കിയിട്ട് പോലും അവൾ ചെയ്യാതിരിക്കുന്നില്ല. അത് ആ കുട്ടിയുടെ നല്ല മനസ്സാ. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ള ചിന്തയാ. ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഒരു പുണ്യ പ്രവൃത്തിയാ, അത് ആ കുട്ടി ചെയ്യുന്നില്ലേ. വിളമ്പി തരണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഭർത്താവിൻ്റെ അടുത്തിരുന്ന് രാവിലെ ആഹാരം കഴിക്കുന്നതേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയൊരു ഇഷ്ടം, വലിയൊരു പോസിറ്റീവ് എനർജി അതൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിച്ച് നിങ്ങൾ എഴുന്നേറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണവേ ഈശ്വരനാ, ആ ഈശ്വരന് മുമ്പിനെ ആ ഈശ്വരനെ തള്ളിക്കളഞ്ഞിട്ട് ഒരിക്കലും എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ അവരെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. രേവതിയും വേണുവാണെങ്കിൽ തലയും കൊണ്ട് ചിരിക്കുകയാണ്. അവർക്കത് കിട്ടാന്നുള്ള ഏറ്റവും നല്ല ഇൻസൾട്ട് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവര് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ്. അനാമയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്ന അനാമ ഇങ്ങനെ ദേഷ്യം പിടിച്ച് കലിപ്പിച്ചതുള്ള ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് വേണുവും രേവതിയും അനാമികയെ മാറിപ്പോയി പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അനാമിക പറയാണ്, ആ ദേവേനി പറഞ്ഞത് കേട്ടില്ലേ, എല്ലാവരും വിളിച്ച് നമ്മളെ നാണം കിടത്തി. വേണു പറയാണ്, അതേ മോളെ, നമ്മളെ നാണം കിടത്തി അവളെ വെറുതെ വിടരുത്. അനാമിക പറയുന്നുണ്ട്, ഇത്രയും കാലം എന്നെ സ്നേഹിച്ചോണ്ടിരുന്നവളാ ഇപ്പളെ ആ നയനയുടെ പുറകെയാ. നയനയാ കരല് കൊടുത്തെന്ന് അറിഞ്ഞപ്പോ പിന്നെ അവർ താഴത്തും തലയിലൊന്നും അല്ല അവളെ കൊണ്ടു നടക്കുന്നേ. അന്ന് മോളതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ കോടിക്കണക്കിന് സ്വത്ത് മോളുടെ പേരിലിരുന്നേനെ, നമുക്ക് ഈ കഷ്ടപ്പാടൊന്നും കാണില്ലായിരുന്നു. ദേവേനി ചേച്ചിയുടെ പേരുള്ള എല്ലാ സ്വത്തുക്കളും മോക്ക് വന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, അങ്ങനെ അന്നൊന്നും തോന്നിയില്ല. അവള് ബുദ്ധിമതിയാ, അവള് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും എത്ര ക്ലിയർ ആയിട്ടാ പ്ലാൻ ചെയ്തേന്ന്. എന്നിട്ട് അവള് നേടിയെടുത്തത് കണ്ടോ, അവൾക്ക് ആവശ്യമുള്ള അല്ലാതെ അവള് നേടിയെടുത്തു. നീ എങ്ങനെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നമ്മേ, ഞാൻ അറിഞ്ഞു അവൾ ഇതൊക്കെ ചെയ്തേന്ന്, എങ്കിൽ ഉറപ്പടിയും സമ്മതിക്കില്ലായിരുന്നു. അവൾ ഇതൊക്കെ ചെയ്തതേ സ്വത്തിനടിയിട്ടാ, അത് നമുക്ക് മനസ്സിലാവും, പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും എന്റെ അച്ഛനമ്മേനെയും വീട്ടിൽ വിളിച്ചെത്തി അപമാനിച്ച അവക്കിട്ട് ഞാൻ നല്ലൊരു പണം തന്നെ കൊടുക്കും, അമ്മ നോക്കിക്കോ എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. മോളെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം, നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഇനിയും തലയ്ക്ക് മുകളിൽ നിൽക്കാന്നുള്ളൊരു ഓർമ്മ വേണം. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ എന്ന് വേണു ഉപദേശിക്കുന്നുണ്ട്.